പറഞ്ഞു വരുന്നത് ജൈവവളം തേടിയിട്ട് നമ്മൾ വളപ്പീടികയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മളെ വീട്ടിലെ വളപ്പിലും നമ്മളെ ചുറ്റുപാടും തന്നെ എത്രയോ ഉണ്ട്. യഥാർത്ഥമായിട്ടുള്ള ജൈവവളം അതൊക്കെയാണ്. ഈ കാണുന്ന കരിയിലൊക്കെ അതൊക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ അതിനെ മികച്ച് പോകാനുള്ളൊരു ജൈവവളം വേറില്ല. നമ്മൾ വളത്തിൻ്റെ കടയിലൊക്കെ പോകുമ്പോൾ, വളത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ പലപ്പോഴും പലരും വന്ന് ചോദിക്കുന്നതാണ് ജൈവവളം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അവരൊരു പാക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. ഇത് ജൈവവളമാണ്, ഇതിൽ വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതിൽ വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി മാത്രമല്ല, വേറെ എന്തൊക്കെ നമ്മളെ കൃത്രിമമായി നിർമ്മിച്ച എന്തൊക്കെ അതിൽ കാണാൻ കഴിയും. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ജൈവവളമാണോ എന്നറിയില്ല. പക്ഷേ വളപ്പീടികയിലൊക്കെ കിട്ടുന്ന ജൈവവളം അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാണുന്ന കരിയിലൊക്കെ അതൊക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ അതിനെ മികച്ച് പോകാനുള്ളൊരു ജൈവവളം വേറില്ല. അത് ദ്രവിക്കുന്നത് വരെ വേരായാസത്തിനും, ദ്രവിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളവും ഒക്കെ കൂടി ആവുന്നതാണ് ഈ കരിയില. അത് നമ്മളെ പറമ്പിൽ വൃത്തികേടായിട്ട് ഇങ്ങനെ ചപ്പ് ചവറായിട്ട് കിടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ വലിച്ചു കൂട്ടി ഇതേപോലുള്ള മഴക്കാലത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ ചുറ്റുപാടുകളൊക്കെ പൂർണ്ണമായിട്ട് വൃത്തിയാവുകയും ചെയ്യും. വൃത്തിയുള്ള ചുറ്റുപാടിൽ നമുക്ക് നല്ലതായിട്ട് ജീവിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കോഴിക്കാഷ്ടമാണ്. അത് ഏത് വളത്തിനേക്കാൾ മുന്തിയ ഇനമാണ് കോഴിക്കാഷ്ടം. ഏറ്റവും നല്ല വളമാണ്. അത് സംസ്കരിക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ ചെയ്തിട്ട് അത് നമുക്ക് എല്ലാ ചെടികൾക്കും നേരിട്ട് കൊടുക്കാൻ പറ്റും. അത്രയും നല്ല വളമാണ്. അപ്പോൾ ഇത് നേരിട്ട് കൊടുക്കാൻ ഈ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ കഴുങ്ങ്, തെങ്ങ്, വാഴ അങ്ങനെയുള്ള സാധനത്തിനൊക്കെ നേരിട്ട് കൊടുക്കാം. എന്നാൽ വാഴക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് വർഷക്കാലത്താണ്. മഴ നന്നായിട്ട് പെയ്യുന്ന കാലത്താണ് കോഴിക്കാഷ്ടം കൊണ്ട് നമ്മൾ വളത്തിന്, ഈ വാഴക്കൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും മികച്ച ഒന്നാണ് കോഴിക്കാഷ്ടം വാഴക്ക് കൊടുക്കുന്നത്. മറ്റൊരു വളം വാഴക്ക് ആവശ്യമില്ല, കോഴിക്കാഷ്ടം തന്നെ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വീട്ടിലുള്ള വെണ്ണീറാണ്, ചാരം. അതും ഇതുകൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ മികച്ചൊരു ജൈവവളമാണ്. കരിയില, കോഴിക്കാഷ്ടം, വെണ്ണീർ എന്നിങ്ങനെയുള്ളത് ഏതൊരു വീട്ടിലും ഇന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ ജൈവവളം തേടിയിട്ട് വളപ്പീടികയിൽ പോകേണ്ട ആവശ്യമില്ല എന്നതാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വളപ്പീടികയിലൊക്കെ നമ്മൾ പോകാറുള്ളത് നമ്മുടെ രാസവളത്തിന് വേണ്ടിയിട്ടാണ്. ജൈവവളത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളപ്പീടികയിൽ പോകാറില്ല. ജൈവവളം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞത്. നമ്മളെ കരിയില, കോഴിക്കാഷ്ടം, പിന്നെ ചാണകപ്പൊടി, വെണ്ണൂറ്, ആട്ടുംകാഷ്ടം, ഇതൊക്കെയാണ് നമ്മളെ ജൈവവളമായിട്ടുള്ളത്. അപ്പോൾ അതിനെ വെല്ലുന്നൊരു ജൈവവളമൊന്നും നമുക്ക് കടയിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ കരിയിലയും മറ്റു ചപ്പ് ചവറുകളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന് ചീഞ്ഞ് നാറുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമുക്കത് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് പലരും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.